സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ചതാണ് ഈ മൻഖൂസ് മൗലിദ്. വീട്ടിൽ നമ്മുടെ ഒരു ഹിക്കായത്തെങ്കിലും നമ്മൾ ഓതണം. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയ്യുൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക്. ഒരു ദിവസം ഒരു പേജെങ്കിലും നമ്മൾ ഓതിയിരിക്കണം. റബീഉൽ അവൽ മാത്രമല്ല, അല്ലാത്തപ്പോഴും ഭയങ്കര ബറക്കത്താണ്. എല്ലാ ഇമാമികളും അതിന് തെളിവ് പറഞ്ഞിട്ടുണ്ട്. മുൻഗാമികൾ അത് ചെയ്തിരുന്നത് കൊണ്ടാണ് അവർ വിജയിച്ചിട്ടുള്ളത്. മുത്തുനബിയുടെ മദ്ഹാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഒരു മടിയും വിചാരിക്കണ്ട. ബഹുമാനപ്പെട്ടവരുടെ ഈ മൗലിദായിരുന്നു അത്തൻവീർ എന്ന് പറയുന്ന മൗലിദാണ് അന്ന് ഓതിയിരുന്നത്. അന്നുള്ള മഹാന്മാരൊക്കെ ഓതിയിരുന്നത് ആ മൗലിദ് ഗ്രന്ഥമായി. നമുക്കിന്ന് രചിക്കപ്പെട്ട മൻഖൂസ് മൗലിദ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചതാകുന്ന ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തങ്ങൾ രചിച്ചതാകുന്ന സുബ്ഹാന മൗലിദ് എന്ന ബൃഹത്തായ വലിയ മൗലിദുണ്ട്. സുബ്ഹാന മൗലിദ് വലിയ ഏടുകളിലുണ്ട്. ആ സുബ്ഹാന മൗലിദിന്റെ സംക്ഷിപ്തം അത് ചുരുക്കി എഴുതിയതാണ് മൻഖൂസ്. ചുരുക്കപ്പെട്ടതാകുന്ന മൗലിദ് നമ്മുടെ കയ്യിലുള്ളത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ചത്. ഇതൊക്കെ എന്തിനാ പറയുന്നതെന്നറിയോ? വർഷം 50ആയി, നാളെ മരിക്കും. ഇപ്പോഴും നമുക്ക് ഇതിനെ കുറിച്ചൊന്നും ഒരു വിവരമില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മളിങ്ങനെ കുറെ നാളായിട്ട് ഓതുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സദസ്സുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇത് എന്താണ് ഈ സംഭവം എന്ന് പോലും നമുക്ക് ഇന്ന് വരെ അറിയുന്നില്ല. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പൊന്നാനിക്കാരനാണ്. അദ്ദേഹത്തിന് പൊന്നാനിയിൽ വന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് അക്കാലഘട്ടത്തിലുള്ള ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഇവിടെ മാരകമാകുന്ന രോഗം, പ്ലേഗ് അടക്കമുള്ള രോഗങ്ങൾ വല്ലാതെ വ്യാപിച്ചിരിക്കുകയാണ്. കൊറോണ പോലെയുള്ളതാകുന്ന മാരകമാകുന്ന ഒരു വ്യാധി വന്നു. ഈ വ്യാധിയിൽ നിന്ന് ഞങ്ങൾക്ക് മുക്തമായ ഒരു ജീവിതം കിട്ടണം. എന്ത് ചെയ്യണം? ബഹുമാനപ്പെട്ടവർ അതിനുവേണ്ടി ആ പ്രയാസം മാറാൻ വേണ്ടി, രോഗം ശമനം വരാൻ വേണ്ടി രചിച്ചു. ഗസാലി ഇമാം തങ്ങളുടെ മൗലിദ് ചുരുക്കി എഴുതി. അതാണ് മൻഖൂസ് മൗലിദ്. മൻഖൂസ് എന്ന് പറഞ്ഞാൽ ചുരുക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. ആ ചുരുക്കി ബഹുമാനപ്പെട്ടവർ അത് നൽകി. സുബ്ഹാനല്ലാഹ് അത് ഓതി. നാട്ടുകാരുടെ ഒക്കെ രോഗം ശമനം വന്നു. അദ്ദേഹത്തിൻ്റെതാകുന്ന ഉസ്താദ്, മക്കയിലേതാകുന്ന മുഫ്തി, മക്കയിലെ മുദരിസായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയുടേതാകുന്ന രചയിതാവ് ബഹുമാനപ്പെട്ടവർ നാട്ടിൽ വന്നു, പൊന്നാനിയിൽ വന്നു. അപ്പൊ അദ്ദേഹത്തെ കാണിച്ചു, ഈ കിതാബ് കാണിച്ചു, മൗലിദ് കാണിച്ചു കൊടുത്തു. ഞാൻ നബിയെ കുറിച്ച് ഇങ്ങനെ മദ്ഹ് ചെയ്തിട്ട് ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്, ഒന്ന് നോക്കാൻ പറഞ്ഞു. ഉസ്താദ് നോക്കി, അൽഹംദുലില്ലാ, കൊള്ളാലോ. ഇത് ഗസാലി ഇമാം തങ്ങളുടെ സുബ്ഹാന മൗലിദിന്റെ സംക്ഷിപ്തം. മാഷാ അല്ലാഹ്. ഉസ്താദ് ഒരു ദുആ ഇതിനെ എഴുതി തരണം. അങ്ങനെ അദ്ദേഹം എഴുതി കൊടുത്ത ദുആ ആണ് മൻഖൂസ് മൗലിദിന്റെ ലാസ്റ്റ് നമ്മൾ കാണുന്ന സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ പേര് തന്നെ ദുആഉൽ ഹൈതമി, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ദുആ ആണ്. ഭയങ്കര ശ്രേഷ്ഠതയുള്ള ദുആ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്തിനാ പറയുന്നത്? ആ ദുആ മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയം കൊയ്തെടുക്കാൻ. വേറൊന്നും നമ്മൾ ചേർക്കേണ്ടതില്ല. അത്ര ശ്രേഷ്ഠതയുള്ള മഹാന്മാര് രചിച്ച, അഥവാ ഇബ്നു ഹജറുൽ ഹൈതമി എന്ന് പറയുന്ന വലിയ മുഫ്തിയായ, ഇന്നും ശാഫിഈ മദ്ഹബിലെ പ്രബല ഗ്രന്ഥമായ തുഹ്ഫ നമുക്ക് നൽകിയ, 10 വാല്യമുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥം നമുക്ക് നൽകിയ, അതുപോലെ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചതാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന മക്കയിലെ പ്രമുഖ മുദരിസായിരുന്ന ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ അംഗീകരിച്ച് സംതൃപ്തിപ്പെട്ട മൗലിദാണ് നമ്മുടെ കേരളക്കരയിൽ പ്രചുര പ്രചാരം നേടി ഇന്നും നമ്മുടെ പള്ളികളുടെ അകത്തളങ്ങളിൽ ഓതുന്ന മൻഖൂസ് മൗലിദ്. അത് ഓതാനും അത് നിലനിർത്താനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാനിതിനെ ഇടയ്ക്ക് പറഞ്ഞെന്തിനാ? റബീഉൽ അവ്വൽ വിട പറയുന്നതിന് മുമ്പ് നമ്മളിത് അറിഞ്ഞിരിക്കണം, ഇത് മനസ്സിലാക്കിയിരിക്കണം. ഇതൊരു സാധാരണ അറിവായി നമ്മളിതിനെ വിട്ടുകളയരുത്. വലിയൊരു അറിവാണ് നമ്മളെ സംബന്ധിച്ചിടത്ത് പ്രത്യേകിച്ചും. കാരണം നമ്മൾ സുന്നികളാണ്, മുടങ്ങാതെ കൃത്യമായി ഇത് ഓതി വരുന്നവരാണ്. ഇത് പരിപൂർണമായി ഇതിൽ പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവരുമാണ്. അള്ളാഹു നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ഉസ്താദുമാരെയും മഹല്ല് സാരഥികളെയും ഇത് കൃത്യമായി പാരായണം ചെയ്യുന്ന സഹോദര സഹോദരിമാരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സഹോദരിമാരും എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ വീടുകളിൽ പാരായണം ചെയ്യണം. നാളത്തെ ഒരു ദിവസം ഒഴിവുള്ള സമയം ഫുള്ളായിട്ട് 1 മണിക്കൂർ ചിലപ്പോൾ എടുത്തുന്നിരിക്കും. ആയിക്കോട്ടെ, തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് ബുദ്ധിമുട്ടിയാണെങ്കിലും ഓതണം. അതിലൊരു ബറക്കത്തുണ്ടാകും, ഐശ്വര്യമുണ്ടാകും, ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തഴവ ഉസ്താദ് അവറുകൾ മൗലിദിന്റെ പ്രചാരകനായിരുന്നു. 18ാമത്തെ വയസ്സിൽ അദ്ദേഹം മദ്ഹറുൽ അത്തം എന്ന പേരുള്ളതാകുന്ന അറബിയിൽ ഗദ്യപദ്യ സമ്മിശ്രമായി മുത്തുനബിയുടെ പേരിൽ മൗലിദ് രചിച്ചു. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ്
ഒക്കെ സമൂഹം അറിയണം. പലരും അദ്ദേഹത്തിന്റെ 2 വരി കവിതയെടുത്ത് 300-ന് ശേഷമാണ് മൗലൂദ് തുടങ്ങിയെന്ന് തഴവ ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അത് തഴവ ഉസ്താദ് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? മുളഫർ രാജാവിന്റെ 5000 ആടും 10000 കോഴിയും ഒരുത്തിട്ടുള്ളതാകുന്ന വിപുലമായ മൗലൂദിനെ കുറിച്ചാണ് എന്ന് ഈ പറഞ്ഞ വരികൾക്ക് ചുവടെ തന്നെ ബഹുമാനപ്പെട്ടവർ വ്യക്തമായി വിശാലമായി ചരിത്രം പ്രതിപാദിക്കുന്നുണ്ട്. അത് കട്ടിട്ട് പകുതി മാത്രം പാടി ജനങ്ങൾക്കിടയിൽ വിഭ്രാന്തി സൃഷ്ടിക്കുക. തഴവ ഉസ്താദ് തന്നെ 18ാമത്തെ വയസ്സിൽ ഈ അൽമവാഹിബുൽ ജലിയൊക്കെ എഴുതുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് മുത്തഅല്ലിമായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അറബിയിൽ മൽഹറുൽ അത്തമ്മി എന്ന പേരിൽ മുത്തുനബിയെ കുറിച്ച് മൗലിദ് രചിച്ചു. മലയാളത്തിൽ എഴുതി വെക്കുമല്ല, അറബിയിൽ എഴുതി വെച്ചു. ഇന്നും അതിന്റെ ഫസാഹത്തും ബലാഗത്തും ആലിമീങ്ങൾ വായിച്ചാൽ വല്ലാതെ ഞെട്ടിപ്പോവും. സാധാരണക്കാർക്ക് ഓതാൻ ബുദ്ധിമുട്ടാണ്. അത്രയേറെ നല്ല കടുകട്ടിയുള്ള വാക്കുകളിട്ട് ഫസാഹത്തും ബലാഗത്തും നിറഞ്ഞ മനോഹരമായ കവിതകൾ ചേർത്ത് ഗദ്യപദ്യ സമ്മിശ്രമായി ബഹുമാനപ്പെട്ടവർ രചിച്ചു തഴവ ഉസ്താദ് അവർ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഞാൻ എന്തിനാണ് പറയുന്നത്? ഈ പ്രവാചകൻ ഒരു സാധാരണ വ്യക്തിത്വമല്ല. ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നിൽക്കൂല, അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വറഫഅനാ ലക ദിക്റക. നബിയേ തങ്ങളുടെ പറച്ചിലിനെ നാം ഉയർത്തിയിരിക്കുകയാണ്. എല്ലാ സമയത്തും മുത്തുനബിയെ കുറിച്ച് പറയലുണ്ടാവും. وضم الإله اسم النبي إلى اسمه إذا قال في الخمس المؤذن أشهد ابن رسول الله صلى الله عليه وسلم തങ്ങൾ പ്രവാചകരുടെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കുന്നതിലൂടെ ആ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയിരിക്കുകയാണ്. വളമ്മൽ ഇലാഹു ഇസ്മൻ നബിയ്യി ഇലാ ഇസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിനു അശ്ഹദു. ബാങ്ക് വിളിക്കുന്ന സന്ദർഭത്തിൽ സമുന്നതരായ മുഅദ്ദിന്മാർ, ഉസ്താദുമാർ അവർ 5ാമതായി പറയുന്ന വാക്ക് ബാങ്കിൽ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു അക്ബർ എന്ന് തുടങ്ങിയതായ ബാങ്കിൽ 5ാമത്തെ വാക്ക് എത്തി നിൽക്കുന്നത് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആലഞ്ചേരി ജമാഅത്തിൽ നിന്ന് ബാങ്ക് കഴിയുമ്പോ തൊട്ടടുത്ത ജമാഅത്തിൽ ബാങ്ക് തുടങ്ങുകയാണ്, അടുത്ത ജമാഅത്തിൽ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ വാദ് പറയുന്ന സമയത്ത് ലോകത്തിന്റെ പല കോണുകളിലും റസൂലുള്ളാഹിയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാ, ബാങ്ക് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ നമ്മൾ ഉറങ്ങുമ്പോ അമേരിക്കക്കാർക്ക് പകലാണ്, അവരിതാ ബാങ്ക് മുഴക്കുകയാണ്. അടുത്തതാകുന്ന ജമാഅത്തിന്റെ ബാങ്ക് അവിടെ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ലോകത്ത് സദാസമയത്തും മുഴങ്ങി കേൾക്കുന്ന നാമമാണ് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും നാമമെന്ന് വിശുദ്ധമായ ഖുർആൻ. വറഫഅനാ ലക ദിക്റക. നബിയേ തങ്ങളുടെ പറച്ചിലിനെ നാം ഉയർത്തിയില്ലേ? ശരിയല്ലേ? ബാങ്കിലൂടെ റസൂലുള്ളാഹിയുടെ പേര് അല്ലാഹു ഉയർത്തിയില്ലേ? അല്ലാഹുവിന്റെ പേരിനോടൊപ്പം റസൂലുള്ളാഹിയുടെ പേര് ചേർത്തി പറഞ്ഞില്ലയോ? ഇഖാമത്തിൽ ചേർത്തി പറഞ്ഞില്ലേ? അത്തഹിയാത്തിൽ മുത്തുനബിയുടെ സലാത്ത് ചെല്ലാതെ എങ്ങനെയാണ് നമസ്കരിക്കാൻ പൂർത്തീകരിക്കാൻ പറ്റുന്നത്? മനുഷ്യനെ ഏറ്റവും നിർബന്ധമായി ചെയ്തു തീർക്കേണ്ടതായ മയ്യത്ത് നിസ്കാരത്തിൽ പോലും 2ാമത്തെ തക്ബീർ ചൊല്ലിയിട്ട് മുത്തുനബിയുടെ മേലുള്ള സലാത്താണ്. ഹബീബായ നബി തങ്ങളെ മറന്നുകൊണ്ട് ഒരു ജീവിതവും പറ്റൂല. ഏത് സമയത്തും അല്ലാഹുവിലേക്ക് ചേർത്തിയ നാമമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
ലോകത്ത് ഇതുപോലെ ഒരു വ്യക്തിയില്ല. സർവ അമ്പിയാക്കളെ പരിശോധിച്ചു നോക്കണേ, ഹബീബായ നബി തങ്ങളല്ലാതെ 1,23,999 അമ്പിയാ മുർസലീങ്ങൾക്കും ഈ ഒരു മഹത്വം അല്ലാഹു നൽകിയിട്ടില്ല. ലോകത്ത് എത്രയോ മനുഷ്യർ ഇവിടെ വന്നിട്ടുണ്ട്, എത്രയോ പേര് കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്രയോ പേര് ഇന്നുണ്ട്, എത്രയോ പേര് വരാനിരിക്കുന്നുണ്ട്. പക്ഷെ മുത്തുനബിയുടെ പേര് ഉയർത്തി പറഞ്ഞതുപോലെ ലോകത്തൊരാളുടെയും അള്ളാഹു ഉയർത്തിയില്ല. അള്ളാഹുവിന് മുത്തുനബിയോടുള്ളതാകുന്ന സ്നേഹം മനസ്സിലാക്കി പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ